വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ആലപ്പുഴ ചെങ്ങന്നൂരിലെ വീട്ടിൽ SIT പരിശോധന 7 മണിക്കൂർ പിന്നിട്ടു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധവുമാണ് പരിശോധിക്കുന്നത്. തന്ത്രിയുടെ വീട്ടിലേക്ക് സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ച് സ്വർണ്ണാഭരണങ്ങളും പരിശോധിക്കുകയാണ്. അശ്വിൻ പാലാഴി ചെങ്ങന്നൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അശ്വിൻ, പരിശോധന ഏതാണ്ട് 7 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ടുവന്നു. പരിശോധനയ്ക്ക് അദ്ദേഹവും ഭാഗമാകുന്നുണ്ട്. എന്താണ് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ? രാത്രി നീണ്ടുപോകുന്ന പരിശോധനയാണോ അവിടെ നടക്കുന്നത്? വിജയകുമാർ, തീർച്ചയായും 7 മണിക്കൂർ പിന്നിടുകയാണ് നിർണായകമായ പരിശോധന. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റുകളിൽ ഒന്ന് അത് തന്ത്രിയുടെ അറസ്റ്റായിരുന്നു. അറസ്റ്റിന് പിന്നാലെ ഇന്ന് ഉച്ചയ്ക്ക് 2:40 പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ ചെങ്ങന്നൂരിലുള്ള വീട്ടിലേക്ക് പരിശോധനയ്ക്കായി എത്തിയത്. സ്ത്രീകളടങ്ങുന്ന സംഘമാണ് എത്തിയത്. വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ മാത്രമാണ്. അവരെ ഇപ്പോഴും 7 മണിക്കൂറിന് ശേഷവും അവരുമായുള്ള മൊഴിയെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് തന്ത്രിയുടെ ബാങ്ക് ഇടപാടുകൾ ഈ SIT പരിശോധിക്കുന്നുണ്ട്. ഒപ്പം വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നിലവിൽ SITയുടെ കസ്റ്റഡിയിലാണ്. അതിന്റെ കാലപ്പഴക്കം, ഒപ്പം മൂല്യം എന്നിവ അടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പരിശോധിക്കുന്നത്. അതിന്റെ വിദഗ്ധ പരിശോധനയ്ക്കായി ഇവർക്കൊപ്പമുള്ള ഒരു സ്വർണ്ണപ്പണിക്കാരൻ SIT ഓൾറെഡി അവർക്കൊപ്പം കൊണ്ടുവന്നിരുന്നു. അതിന് പുറമെ പ്രാദേശികമായി ചെങ്ങന്നൂരിൽ സ്വർണ്ണപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളെ കൂടി ഈ സംഘത്തിനൊപ്പം ഇപ്പോൾ പ്രാദേശികമായി ചേർത്തിട്ടുണ്ട്. ഇവരിൽ നിന്നും ഈ സ്വർണത്തിന്റെ അളവ്, തൂക്കങ്ങളും മൂല്യവും കാലപ്പഴക്കവും ഒക്കെ കണക്കാക്കി ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു തരി സ്വർണമെങ്കിലും ഈ വീട്ടിലുണ്ടോ എന്നുള്ളത് അന്വേഷണ സംഘം പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോക്ക് അല്പം പ്രയാസമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ടുകാരെ വിവരങ്ങളാണ്. ഈ ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങൾ തേടുന്നതിലൂടെ, ശേഖരിക്കുന്നതിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പോറ്റിയും തന്ത്രിയും തമ്മിൽ പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഈ ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ദിവസം പോറ്റിയുമായി നടത്തിയ തന്ത്രിയുമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇവർ കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു സംശയമൊക്കെ SITക്ക് ഉണ്ടായിരിക്കാം. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നിലവിൽ ശേഖരിച്ച് മുന്നോട്ട് പോകുന്നതും അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതും. ഒപ്പം ഈ വാഹനമടക്കം നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് തന്ത്രിയുടെ ചെങ്ങന്നൂരിലുള്ള വീട്ടിലാണ്. അതിലടക്കം വിദഗ്ധമായ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ അറസ്റ്റിന് പിന്നാലെയുള്ള നിർണായകമായ ചോദ്യം ചെയ്യൽ എന്നുള്ള നിലയിൽ തന്നെ, നിർണായകമായ തെളിവെടുപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് തന്ത്രിയുടെ വീട്ടിലെ പരിശോധന ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും 7 മണിക്കൂറിന് ശേഷവും SIT സംഘത്തിൽ ഒരാൾ പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വീട്ടിലേക്ക് കയറിയ അവരുടെ ബന്ധുക്കൾ പോലും ഒരു നിമിഷം പോലും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ പരിശോധന ഇപ്പോഴും രാത്രി വൈകിയും തുടരുകയാണ്. വിജയകുമാർ. രാത്രി വൈകിയും പരിശോധന തുടരുകയാണ്. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത്, പരിശോധിക്കുന്നത്. ഒപ്പം എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ആ വീട്ടിൽ നിന്ന് SITക്ക് കണ്ടെടുക്കാൻ കഴിയുമോ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പരിശോധന 7 മണിക്കൂർ പിന്നിട്ടു, ഇപ്പോഴും തുടരുകയാണ്. അശ്വിൻ സൂചിപ്പിച്ചതുപോലെ ആ വീട്ടിലേക്ക് കയറിപ്പോയ SIT ഉദ്യോഗസ്ഥരാരും പിന്നീട് പുറത്തു വരികയോ എന്തെങ്കിലും അന്വേഷിക്കുകയോ ഉണ്ടായിട്ടില്ല. ആ വീട്ടിലുള്ളവരും അവിടെ തുടരുകയാണ്. ഏതാണ്ട് ഒരു 7 മണിക്കൂർ പിന്നിടുമ്പോഴും ഈ രാത്രിയിലും പരിശോധന തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ SIT അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് SIT നീക്കം. ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പാളികൾ കൈമാറിയതെന്ന് തന്ത്രി കണ്ഠരര് രാജീവരെ ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെന്നാണ് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ട തന്ത്രി സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് തടഞ്ഞില്ലെന്നും SIT പറഞ്ഞിരുന്നു. ദേവസ്വം മാനുവൽ പ്രകാരം വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും തന്ത്രിക്കറിയാം. ശ്രീകോവിലിൽ സ്വർണം പൂശുമ്പോൾ തന്ത്രി സ്ഥാനം വഹിച്ച കണ്ഠരര് രാജീവർക്ക് പാളികളിലും സ്വർണം പതിച്ചതാണെന്ന് വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് വിട്ടു നൽകിയതിൽ ദുരൂഹത ഉണ്ടെന്നാണ് SIT വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടോ എന്നുള്ളത് SIT പരിശോധിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അതിനിടെയാണ് തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവർക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നത്.
തുടർന്ന് കണ്ഠരര് രാജീവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUവിൽ പ്രവേശിപ്പിച്ചു. തന്ത്രിക്ക് പിന്നാലെ ഇനി അന്വേഷണം നീളുന്നത് ആരിലേക്കെന്നും ആകാംക്ഷ ഉണർത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ സർക്കാരിനെ വിമർശിച്ച് കോൺഗ്രസും BJPയും. തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാനാണ് നീക്കമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ട് എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. കുറ്റവാളികൾ ആരായാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് CPIM. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റ് മുൻ ദേവസ്വം മന്ത്രിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് കോൺഗ്രസ് ആരോപണം. അന്വേഷണം എല്ലാവരിലേക്കും എത്തണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജയിലിൽ കിടക്കുന്ന CPIMന്റെ 3 നേതാക്കളും തന്ത്രിയും മാത്രമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് K മുരളീധരൻ. മന്ത്രിമാർ അടക്കമുള്ള എല്ലാവരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് രമേശ് ചെന്നിത്തല. ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും നിയമാനുസൃതമായ നടപടികൾ വിധേയരാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അയ്യപ്പൻ്റെ സ്വത്ത് കൊള്ളയടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത്. ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട്, സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. അറസ്റ്റിന് പിന്നാലെ BJP നേതാക്കൾ തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി. തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ ചോദ്യം ചെയ്യുന്നു. തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നു, മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത് അല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാളോട് ചോദിക്കുന്നു, ആരുടെ ഉത്തരവാദിത്തമാണത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ? അതേസമയം അന്വേഷണം ശരിയായ ദിശയിലാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. ആരാണോ കുറ്റവാളി അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SIT കൃത്യമായിട്ട് അന്വേഷിക്കട്ടെ. അവരന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെല്ലാം അറസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ തന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തു. തന്ത്രിയെ പിടിക്കാൻ പാടില്ലെന്നാ. ന്യൂസ് ഡെസ്ക് 24. ജമാഅത്തെ ഇസ്ലാമി മാറാട് പരാമർശങ്ങളിൽ മാപ്പ് പറയില്ലെന്ന് മുതിർന്ന CPM നേതാവ് AK ബാലൻ. തന്നെ ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമമെന്നും AK ബാലൻ കുറ്റപ്പെടുത്തി. മാറാട് അങ്ങനെ മറക്കേണ്ട എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കായിരിക്കുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുമായിരുന്നു AK ബാലന്റെ പ്രസ്താവന. ഇത് വിവാദമാക്കിയതിന് പിന്നാലെയാണ് ബാലനെതിരെ ജമാഅത്തെ ഇസ്ലാമി വക്കീൽ നോട്ടീസ് അയച്ചത്. എന്നാൽ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയാൻ മനസ്സില്ലെന്നും ജയിലിൽ പോകണമെന്നാണ് വിധിയെങ്കിൽ ജയിലിൽ പോകുമെന്നുമായിരുന്നു AK ബാലന്റെ പ്രതികരണം. അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് ജയിലിൽ പോകും. LDF അധികാരത്തിൽ വന്നാലേ മതസൗഹാർദ്ദം നിലനിൽക്കുകയുള്ളൂ എന്നാണ് തന്റെ വാദമെന്നും AK ബാലൻ. ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തോട് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾക്ക് വേണ്ടത് ഞാൻ AK ബാലനെ തള്ളി എന്ന് നാളെ ഫൈറ്റിംഗ് കൊടുക്കാനല്ലേ? അതിനെന്നെ കിട്ടൂല, തള്ളൂല. എന്തിനാളുന്നു? അയാൾ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അഭിപ്രായം ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ എന്താ തള്ളേണ്ട കാര്യം? മാറാട് പറയുന്നതിൽ എന്താ ഇത്ര പ്രയാസം നിങ്ങൾക്ക്? ഞാൻ ചോദിക്കുന്നതാണ്, മാറാട് കലാപത്തിന്റെ കാലം UDFന്റെ കാലമായിരുന്നല്ലോ. നിരവധി ആളുകളെ വെട്ടിക്കൊല്ലാനും ആ വെട്ടിക്കൊല്ലുന്നതിന് ഇടയാക്കുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നതും UDFന്റെ കാലത്തല്ലേ? അത് പറഞ്ഞു പോകുമ്പോഴെന്താ ഇത്ര വലിയ വിഷമം? മതവർഗീയതയ്ക്കെതിരായ വിമർശനങ്ങളെ മതവിമർശനമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമത്തെ CPIM ചെറുത്തു തോൽപ്പിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടേറുന്നു. ദേവികുളം മുൻ MLA-യും CPM നേതാവുമായ S രാജേന്ദ്രൻ BJPയിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമായി ചർച്ച നടത്തിയെന്ന് S രാജേന്ദ്രൻ 24-നോട് സ്ഥിരീകരിച്ചു. ദേവികുളത്ത് മത്സരിക്കില്ല എന്നും രാജേന്ദ്രൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറുമായി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു S രാജേന്ദ്രന്റെ BJP പ്രവേശന ചർച്ച. നേരത്തെ ഡൽഹിയിലെത്തി പ്രകാശ് ജാവദേക്കറുമായും ചർച്ച നടത്തിയിരുന്നു. BJPയിൽ ചേരുന്നതിൽ വ്യക്തിതാൽപര്യമില്ലെന്നും പ്രത്യേക നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും രാജേന്ദ്രൻ. പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഇതേ ഉള്ളൂ കാര്യം. കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മളും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായി സ്ഥാനമാനങ്ങളോ
അല്ലെങ്കിൽ പിന്നെ മത്സരമോ അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതാണ് സംസാരിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്, സംസാരിച്ചിട്ടുണ്ട്. BJP നേതാക്കൾ പങ്കെടുത്ത് മൂന്നാറിൽ നടക്കുന്ന യോഗത്തിൽ രാജേന്ദ്രൻ BJP അംഗത്വം സ്വീകരിക്കും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി A. രാജയെ തോൽപ്പിക്കാൻ രാജേന്ദ്രൻ ശ്രമിച്ചുവെന്ന് CPIM കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ സസ്പെൻഷൻ. പിന്നീട് പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും രാജേന്ദ്രൻ വഴങ്ങിയില്ല. 24 ഇടുക്കി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇൻസ്റ്റഗ്രാമിൽ സുരക്ഷാ വീഴ്ച. 1.75 കോടി ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മാൽവെയർ ബൈറ്റ്സ് ആണ് വീഴ്ച പുറത്തുവിട്ടത്. ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയടക്കമാണ് ചോർന്നത്. വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്കെത്തിയെന്നാണ് വിവരം. മേയർ പദവി ലഭിക്കാൻ ലത്തീൻ സഭ ഇടപെട്ടെന്ന വിവാദ പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ മേയർ VK മിനിമോൾ. തനിക്ക് എല്ലാവരുടെയും പിന്തുണ കിട്ടിയെന്നും വൈകാരികമായി പറഞ്ഞതാണെന്നും VK മിനിമോൾ പ്രതികരിച്ചു. അതിനിടെ ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. കൊച്ചി മേയറായി VK മിനിമോളുടെ വിജയത്തിന് സഭയും സഹായിച്ചിട്ടുണ്ടെന്ന് KPCC അധ്യക്ഷനും പ്രതികരിച്ചു. ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലത്തീൻ സമുദായത്തിന്റെ ഒരു ഉറച്ച ശബ്ദം സമുദായത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വരുന്നതിന്റെ തെളിവാണ് എന്റെ ഈ കൊച്ചി മേയർ എന്ന പദവി. കൊച്ചിയിൽ നടന്ന കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയിലെ ഈ വാക്കുകളിൽ നിന്നാണ് മേയർ VK മിനിമോളുടെ മലക്കം മറിച്ചിൽ. മേയർ പദവി തനിക്ക് ലഭിക്കുന്നതിനായി പിതാക്കന്മാർ സംസാരിച്ചുവെന്നും അർഹതയ്ക്കപ്പുറം തനിക്ക് സമ്മാനിച്ചുവെന്നും രാവിലെ പറഞ്ഞ മിനിമോൾ വൈകിട്ട് അത് മാറ്റി. തനിക്കായി എല്ലാവരും സംസാരിച്ചുവെന്നും രാവിലെ നടന്നത് വൈകാരിക പ്രകടനം മാത്രമായിരുന്നുവെന്നും VK മിനിമോൾ. ലത്തീൻ സമുദായം മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരടക്കമുള്ള എല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നിട്ടും എന്നെ ആ വേദിയിലേക്ക് ക്ഷണിച്ചതിലും അതിൻ്റെ ഒരു ഞാൻ നന്ദി പറഞ്ഞപ്പോൾ അതിവൈകാരികമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രം. അതേസമയം VK മിനിമോളുടെ പ്രതികരണത്തിന് പിന്നാലെ ഒളിയമ്പുമായി ദീപ്തി മേരി വർഗീസും രംഗത്തെത്തി. ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് ദീപ്തി മേരി വർഗീസ്. എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്നതാണ് കോൺഗ്രസ് നയം. അങ്ങനെ പ്രത്യേകമായ ഒരു പരിഗണനയും കൊടുക്കുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. കൊച്ചി മേയറായി VK മിനിമോളുടെ വിജയത്തിന് സഭയും സഹായിച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സഭയും അവരെ വിജയത്തിന് സഹായിച്ചിട്ടുണ്ടാവും. ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നീ പേരുകളാണ് ആദ്യഘട്ടത്തിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. മേയർ സ്ഥാനം ലത്തീൻ സമുദായത്തിൽ നിന്ന് വേണമെന്ന് ആവശ്യമുയർന്നതോടെ ചർച്ച VK മിനിമോളിലും ഷൈനി മാത്യുവിലും ഒതുങ്ങി. KPCCയുടെ മാനദണ്ഡം അട്ടിമറിക്കപ്പെട്ടു എന്ന ദീപ്തിയുടെ പരാതി നേതൃത്വത്തിന് മുന്നിലുള്ളപ്പോഴാണ് മേയർ പദവിക്കായി സഭ ഇടപെട്ടു എന്ന VK മിനിമോളുടെ പരസ്യപ്രതികരണം വന്നത്. 24 കൊച്ചി. പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥികൾക്ക് മദ്യം നൽകി പീഡിപ്പിച്ച സംസ്കൃത അധ്യാപകൻ അനിലിനെതിരെ കൂടുതൽ പരാതികൾ. അധ്യാപകനെതിരെ 10 വിദ്യാർത്ഥികൾ കൂടി മൊഴി നൽകി. പീഡന വിവരം മറച്ചുവെച്ച അധ്യാപകരെ അന്വേഷണ സംഘം പ്രതി ചേർക്കും. പഴുതടച്ച അന്വേഷണം ഉണ്ടാകുമെന്ന് CWC ജില്ലാ ചെയർമാൻ M. സേതുമാധവൻ 24നോട് പറഞ്ഞു. കേസ് അന്വേഷിക്കാൻ നിയോഗിച്ച വനിതാ പോലീസ് സംഘത്തിന് മുമ്പാകെയാണ് കുട്ടികളുടെ തുറന്നുപറച്ചിൽ. റിമാൻഡിൽ കഴിയുന്ന സംസ്കൃത അധ്യാപകൻ അനിൽ പലപ്പോഴായി പീഡിപ്പിച്ചു. നേരത്തെ 5 കുട്ടികളും സമാനമായി CWCക്ക് മുമ്പാകെ മൊഴി നൽകിയിരുന്നു. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് CWC പാലക്കാട് ജില്ലാ ചെയർമാൻ സേതുമാധവൻ 24നോട് പറഞ്ഞു. ഇതേ അധ്യാപകനെതിരെ വളരെ ഗൗരവ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി. ഈ 5 കുട്ടികളുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഉടനടി അത് ഇന്നലെ തന്നെ പോലീസിന് കൈമാറുകയും പോലീസ് അതിലെ FIR ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുതുതായി മൊഴി നൽകിയ വിദ്യാർത്ഥികളെ CWCയുടെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം തുടർ നടപടിയിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. പീഡന വിവരം അറിഞ്ഞിട്ടും പോലീസിൽ അറിയിക്കാതിരുന്ന സ്കൂളിലെ അധ്യാപകരെയും കേസിൽ പ്രതി ചേർക്കും. 6 വർഷം മുമ്പാണ് പ്രതി സ്കൂളിലെത്തിയത്. അന്നു മുതലുള്ള ഇയാളുടെ പശ്ചാത്തലവും മലമ്പുഴ പോലീസ് അന്വേഷിച്ചു വരികയാണ്. 24 പാലക്കാട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. കൊല്ലം തെന്മല ഒറ്റക്കലിൽ വൻ തീപിടുത്തം. ഒറ്റക്കലിന് സമീപം വലിയ തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. അരുൺ രാജ് വിശദാംശങ്ങൾ നൽകും കൊല്ലത്തുനിന്ന്. അരുൺ, തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ടോ? അത് ജനവാസ മേഖലയായിരിക്കുമല്ലോ. അവിടെ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട അത്തരം സാഹചര്യമൊക്കെ ഉണ്ടോ അവിടെ?
വിജയകുമാർ, തെന്മല മലയോര മേഖലയാണ് ഈ ഒറ്റയ്ക്കൽ എന്ന് പറയുന്നത്. ഒറ്റയ്ക്കലിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം നിലവിൽ വ്യക്തമല്ല. ഒറ്റയ്ക്കൽ ലാർക്കിന് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇതിന് അപ്പുറത്തുമുള്ള ഭാഗം സംരക്ഷിത വനപ്രദേശമാണ്. കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപുരത്തും അടക്കം ഫയർഫോഴ്സ് ഇപ്പോൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പാമോയിലടക്കം തീപിടിച്ച് നമ്മൾ കണ്ടതാണ്. അതിന്റെ സമീപത്താണ്, ഈ തെന്മലയ്ക്ക് സമീപത്താണ് ഈ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഒറ്റയ്ക്കൽ പ്രദേശമാണ്. വൈകുന്നേരം മുതൽ ഈ പുക ഉയർന്നു കണ്ട് നാട്ടുകാർ സംശയം തോന്നുകയായിരുന്നു. തുടർന്ന് ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധന നടത്തിയപ്പോഴാണ് തീ വളരെ തോതിൽ താഴെ നടക്കം മുകളിലേക്ക് വരുന്നത് കണ്ടത്. ഇപ്പോൾ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഫയർഫോഴ്സിന് അവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാങ്കേതികപരമായ ബുദ്ധിമുട്ട് ഉണ്ട് നിലവിൽ. പ്രത്യേകിച്ച് തീ കാറ്റാണ്. മറ്റൊന്ന് ഈ രാത്രിയാണ്. പലയിടത്തും അവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ രക്ഷാപ്രവർത്തനം നടത്തുക, തീ പൂർണ്ണമായി അണയ്ക്കുക എന്നത് സംബന്ധിച്ച് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഏതായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഈ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ ഒറ്റയ്ക്കൽ ഈ ലാർക്കിന് സമീപത്തേക്ക് എത്തിച്ചേരുകയാണ്. അരുണ, ഇത് പത്തനാപുരത്ത് നിന്ന് അവിടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അതിന് കൂടുതൽ സമയമെടുക്കുമോ? അവിടെ ഫയർഫോഴ്സ് എത്തിയാൽ തന്നെ അവർക്ക് വേഗം ഈ മേഖലയിലേക്ക് എത്തി തീ അണയ്ക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇത് കാറ്റ് അനുകൂലമാണ്, തീ ആളിപ്പടരാൻ സാഹചര്യമുണ്ട്, രാത്രിയാണ്, വനപ്രദേശമാണ്, അങ്ങനെ പരിചിതമായ ഒരു ഭൂമിശാസ്ത്രമായിരിക്കണമെന്നില്ല. അപ്പോൾ ഫയർഫോഴ്സ് എത്തിയാലും വേഗം അവർക്ക് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയണമെന്നില്ല. അത്തരമൊരു സാഹചര്യമുണ്ട് അവിടെ, അല്ലേ? തീർച്ചയായും ഒരു റഫ് ടെറൈനാണ്, പ്രത്യേകിച്ച് ഒരു സ്ലൈഡിംഗ് ഏരിയ കൂടിയാണത്. അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ വളരെ റിസ്ക് ഉള്ള ഫാക്ടറാണ് വിജയകുമാർ. പ്രത്യേകിച്ച് ഒരു വലിയ രീതിയിൽ അത് ഒരു ഭൂപ്രകൃതി അടക്കം അവിടേക്ക് ഫയർഫോഴ്സിന് മുകളിലേക്ക് എത്തുന്നതിനടക്കം വലിയ തടസ്സമുണ്ട്. നമ്മൾ പലപ്പോഴും ഈ വാർത്താ ശേഖരണത്തിന്റെ ഭാഗമായി ഈ പ്രദേശങ്ങളിലടക്കം പോകുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിട്ടുള്ളതാണ്. പക്ഷേ ഈ രാത്രികാലങ്ങളിൽ അവിടേക്ക് ഈ ഗതാഗത സംവിധാനം അടക്കം എങ്ങനെ എത്തിക്കും എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഫയർഫോഴ്സിനുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പത്തനാപുരത്ത് നിന്ന് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സിനെ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസിൽ നിന്ന് വ്യക്തമാകുന്നത്. തെന്മല ഒറ്റയ്ക്കലിൽ ഉണ്ടായ തീപിടുത്തം അത് വലിയ തോതിൽ വ്യാപിക്കുന്നു. കാരണം ആ വലിയ കാറ്റ്, ഈ മലയോര മേഖലയാണ്, അത്തരത്തിൽ കാറ്റ് ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഭാഗമാണ്. വലിയ രീതിയിൽ കാറ്റുണ്ട്. തീ വ്യാപിക്കാനുള്ള സാധ്യത കൂടി കാണുന്നു. ഒരു പക്ഷത്ത് ഈ സംരക്ഷിത വനപ്രദേശം അടക്കമുള്ള ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു വേഗത്തിൽ ഈ തീ കെടുത്തേണ്ടത് അനിവാര്യതയായി മാറുന്നുണ്ട്. കാരണം ഉള്ളിലേക്ക് ഈ തീ പടർന്നാൽ അത് കെടുത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ദൗത്യമായി മാറുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു. ഈ പുനലൂര് ഈ തെന്മലയ്ക്ക് സമീപമാണ് ഈ ഭാഗത്ത് തീപിടുത്തം ഉണ്ടായത്. അത് 2 ദിവസം അത് പൂർണ്ണമായും തീകെടുത്താൻ വേണ്ടി വന്നു. അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. ഒരുപക്ഷെ അത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് അവിടേക്ക് ഉൾക്കാട്ടിലേക്ക് എത്തിച്ചെന്നാൽ ഒരുപക്ഷെ അത് വലിയ തോതിൽ ആശ്വാസകരമാകും. എന്തായാലും ഈ വാച്ചർമാരുടെയും അടക്കം സേവനം ക്രമീകരിച്ചുകൊണ്ട് ഈ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. ഒറ്റയ്ക്കൽ ലാർക്കിന് സമീപമാണ് ഇപ്പോൾ തീ പിടിച്ചിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കൊല്ലം തെന്മല ഒറ്റയ്ക്കലിൽ നിന്നുള്ളതാണ്. വലിയ തീപിടുത്തമാണ് അവിടെയുള്ളത്. അത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതേ ഉള്ളൂ. പത്തനാപുരത്തു നിന്നും കൊട്ടാരക്കരയിൽ നിന്നും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. അവിടെ എത്തിയാലും അത് തീ നിയന്ത്രണ വിധേയമാക്കുക അത്ര എളുപ്പമല്ല. കാറ്റുണ്ട്, രാത്രി സമയമായതുകൊണ്ട് അവിടെ എത്തിപ്പെടലും അത്ര എളുപ്പമല്ല. പ്രദേശവാസികളുടെയൊക്കെ സഹായത്തോടെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമോ എന്ന് ഫയർഫോഴ്സൊക്കെ പരിശോധിച്ച് വരികയാണ്. അത് കാട്ടിലേക്കൊക്കെ തീ പടരാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.